മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഒഴിവാക്കപ്പെട്ട വോട്ടർമാർക്ക് എതിർപ്പറിയിക്കാൻ 2 ആഴ്ച കൂടി സമയം നൽകിയിരിക്കുന്നു സുപ്രീം കോടതി. വോട്ടർ പട്ടിക പരിഷ്കരണ നടപടിയിൽ സുപ്രീം കോടതി നിരീക്ഷണം തുടരും. നടപടികൾ പൂർത്തിയാക്കാൻ അനുവദിക്കണമെന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനും പറയുന്നുണ്ട്. ഷപ്നയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കിപ്പോൾ ചേർന്നത്. ഷപ്ന, 7,81,00,000 പേർ, അതിൽ ഈ SIR നടപ്പാക്കി വരുമ്പോൾ അതിൽ 65 ലക്ഷം പേരെ കാണുന്നില്ല. ഇവർ എവിടെ പോയി എന്നതിന്റെ വിശദാംശമായിരുന്നു കഴിഞ്ഞ വട്ടം കോടതി ചോദിച്ചിരുന്നത്. ഇന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തൊക്കെയാണ് കോടതിയിൽ പറഞ്ഞത്? കോടതി നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ബീഹാറിൽ വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പേര് ഉൾപ്പെടുത്താൻ രാഷ്ട്രീയ പാർട്ടികൾ വോട്ടർമാരെ സഹായിക്കണം എന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇതിനായി സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വരണം എന്ന ഒരു നിർദ്ദേശം സുപ്രീം കോടതി മുന്നോട്ട് വെക്കുന്നു. വാക്കാലുള്ള പരാമർശമാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികളിൽ സുപ്രീം കോടതിയുടെ നിരീക്ഷണം തുടരും എന്ന് കോടതി ഇന്ന് പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തൽസ്ഥിതി റിപ്പോർട്ട് നൽകണം എന്നാണ് മറ്റൊരു നിർദ്ദേശം. അതോടൊപ്പം തന്നെ ഒഴിവാക്കപ്പെട്ട വോട്ടർമാർക്ക് എതിർപ്പറിയിക്കാൻ 2 ആഴ്ച കൂടി സമയം കോടതി അനുവദിച്ചിട്ടുണ്ട്. നടപടികൾ പൂർത്തിയാകാൻ അനുവദിക്കണം എന്നായിരുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് കോടതിയെ അറിയിച്ചത്. ഈ സെപ്റ്റംബർ 15 ശേഷം പരാതികൾ ഉയരില്ല എന്ന ഉറപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിക്ക് നൽകിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നു എന്നാണ് ഹർജിക്കാർ വാദം ഉന്നയിക്കുന്നത്. എല്ലാവർക്കും വ്യക്തത വേണ്ടത് അനിവാര്യമാണ്. വോട്ടർ സൗഹൃദ നടപടികൾ സ്വീകരിക്കണം എന്നും സുപ്രീം കോടതി ഇപ്പോൾ പറയുന്നു. ആധാർ സ്വീകരിക്കുമോ എന്നതിൽ വ്യക്തത വരുത്തണമെന്ന് ഹർജിക്കാർ കോടതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. വോട്ടർമാർ ഉന്നയിക്കുന്ന കാരണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേൾക്കണമെന്നും ഹർജിക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട വാദം തുടരുന്നു. ശരി, ഷപ്നയാണ് വിവരങ്ങൾ നൽകിയത് ലീഗൽ ഡെസ്കിൽ നിന്ന്.